സ്നേഹമുള്ളവരെ, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒത്തിരി വൈകിയെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. കാരണം സാധാരണ ഞങ്ങളുടെ ഒരു ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിലാണ്. വെള്ളിയാഴ്ച ദിവസം അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് എന്നും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ തവണ വെള്ളിയാഴ്ച ദിവസം തന്നെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു ടെൻഷനായിട്ട് തോന്നുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. കാരണം ഒരു ആഴ്ചയായിട്ട് എന്താണ് ഞാൻ ഈ തവണ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതെന്നുള്ളൊരു ചിന്തയിൽ എൻ്റെ മനസ്സിലേക്ക് ശക്തമായി വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്. പക്ഷേ ആ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കാതെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വധിച്ച ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വൈകിയ വേളയിൽ ഈ ഒരു ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ തിയോളജിയുടെ സമയത്ത് തേർഡ് ഇയറിൽ ഒരു ഫ്രീ സെമസ്റ്റർ എന്നുള്ള ഒരു പ്രോഗ്രാമുണ്ട്. മറ്റ് സെമിനാരിൽ പോയി അവിടെ താമസിച്ച് പഠിക്കുക, മറ്റ് പള്ളികളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോവുക. ആ ഒരു മിനിസ്ട്രിയുടെ സമയത്ത് ഞാൻ കണ്ടുമുട്ടിയ ഒരു വ്യക്തി. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നും ഓർത്ത് ചെരിഷ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അതായിരിക്കാം. കാരണം ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ ആ ഒരു സംഭവം പങ്കുവയ്ക്കുമ്പോൾ അവനിൽ പ്രകടമായ ആ വിശ്വാസം എത്ര വലുതായിരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് വളരെ അതിശയത്തോടെ നോക്കും. പലപ്പോഴും ഞാൻ ആ വ്യക്തിയെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കാറുണ്ട്, അവൻ്റെ വിശ്വാസം പകുതിയെങ്കിലും ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാമായിരുന്നു. കാരണം ഞാൻ ആ സംഭവം വിവരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വചനമുണ്ട്, മർക്കോസ് 13:13. എൻ്റെ നാമത്തെ പ്രതി എല്ലാവരും നിങ്ങളെ ദൂഷിക്കും, എന്നാൽ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എനിക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇവിടെ ജയ്പൂർ സെമിനാരിയിൽ, അതായത് മാംഗ്ലൂര് ഇത് ഫ്രീ സെമസ്റ്റർ പോയ സമയത്ത് ബെൽത്തങ്ങാടി രൂപതയിൽപ്പെട്ട ബംഗാടി ചർച്ചിലും നാവൂർ ചർച്ചിലുമാണ് മിനിസ്റ്റർ ചെയ്തിരുന്നത്. ആ സമയത്ത് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. ആ വ്യക്തി, ആളുടെ പേര് ക്രിസ്റ്റി എന്നാണ്. അവിടെയുള്ള പലർക്കും അറിയാം, പക്ഷേ പലർക്കും ആളുടെ ആ ഒരു സ്റ്റോറി അറിയില്ല. എനിക്ക് ആളുടെ പേര് ഇവിടെ പറയണമെന്നോ ഉണ്ടായിരുന്നോ എന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് ആളെ ബാധിക്കോ ഇല്ലയോ, ആൾക്കത് പ്രശ്നമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് അവസാനം ഈ പേര് പറയാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് ഒത്തിരിയേറെ ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ്. കാരണം ആളുടെ ഒരു വിശ്വാസം. ഞാനൊരു ബ്രദറായിരിക്കുമ്പോൾ, തിയോളജി തേർഡ് ഇയർ ആയിരിക്കുമ്പോഴാണ്, 2017 ഞാൻ അവിടെ പോകുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ സൗഹൃദം ഞങ്ങൾ പുലർത്തുന്നുണ്ട്. എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് പ്രാർത്ഥനയിൽ വരുന്ന ഒരു പേരാണ് ക്രിസ്റ്റി. കാരണം അന്ന് തൊട്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും ആ ഒരു ആത്മബന്ധം ആ വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും ആളോട് വിളിച്ച് ചോദിക്കാമെന്നോർത്തത്. അന്നേരം ആളോട് ഞാൻ ഒന്നുകൂടി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയ ആളുടെ ഒരു ഈ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ആ കടന്നുവരെ എപ്രകാരമായിരുന്നു. കാരണം അന്ന് പറഞ്ഞ സ്റ്റോറീസ് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാൻ ആ വ്യക്തിയെ വിളിക്കുന്നത്. അപ്പോൾ തോട്ടത്താടി സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ വെച്ചാണ് അദ്ദേഹം മാമോദിസ സ്വീകരിക്കുക. ആ മാമോദിസ സ്വീകരിക്കുന്നതിന് 4 വർഷം മുമ്പ് തൊട്ട് ആൾ കൃത്യമായി എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുമായിരുന്നു. ദിവ്യബലിയിൽ പോയി യേശുവുമായിട്ടൊരു ആഴമേറിയ ഒരു ബന്ധം വന്നു. അത് കഴിഞ്ഞ് മാമോദിസ സ്വീകരിക്കുന്ന സമയത്തും വീട്ടിൽ എല്ലാവരും എതിർക്കുന്നു, പാർട്ടിക്കാർ വന്ന് വധഭീഷണി മുഴക്കുന്നു. അങ്ങനെ അത് നിൽക്കുമ്പോഴും ആൾ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ലെന്നുള്ളത്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആ ഒരു വ്യക്തി പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് മാമോദിസ സ്വീകരിക്കുന്നത്. കാരണം ആ എതിർപ്പുകളുടെ ഇടയിലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ ആ വികാരിയച്ഛൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വരിക. പക്ഷേ അന്ന് തൊട്ട് ആളുടെ ജീവിതത്തിൽ എന്നും യേശുവിന് പ്രത്യേകമായിട്ടൊരു സ്ഥാനമുണ്ട്. കാരണം ഞാൻ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്നവനാണ് എൻ്റെ കർത്താവ്. എനിക്ക് എന്ത് ആവശ്യം ഉണ്ടായാലും എൻ്റെ യേശുവിലൂടെ എനിക്കത് നടന്നു കിട്ടും എന്നൊരു വിശ്വാസം. ഇന്ന് സംസാരിക്കുമ്പോഴും ആൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛാ പള്ളിയിൽ പോയി ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു 10 മിനിറ്റ് വെറുതെ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് സംസാരിക്കും. എനിക്ക് വേണ്ട ഉത്തരം തരും. കാരണം ഈശോയായിട്ട് ഒരു ആഴമേറിയ ബന്ധം എനിക്കതുവഴി ഉണ്ടായിട്ടുണ്ട്. കൈ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒത്തിരിയേറെ ഇരുന്ന് ബൈബിൾ വായിച്ചാലോ, അങ്ങനെ ഇതല്ല. ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യുമ്പോൾ പോലും പ്രാർത്ഥിക്കാം. അപ്പോഴും ഉത്തരം നൽകുന്നതാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസ പ്രഘോഷണം പ്രിയമുള്ളവരൊന്ന് ഓർത്ത് നോക്കുക. ഒരു ഹൈന്ദവനായ വ്യക്തിയാണ് നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് വന്ന് അപ്പോഴും അത് പറയുമ്പോൾ നമ്മളിൽ പലർക്കും ലജ്ജ തോന്നും. കാരണം നമുക്കില്ലാത്തൊരു വിശ്വാസ തീഷ്ണതയാണ് ആ വ്യക്തിയിൽ എനിക്ക് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു മാതൃകയായിട്ട് ആ വ്യക്തിയുടെ മുഖം എപ്പോഴും കടന്നു വരിക. ഞാൻ ആളെ പുകഴ്ത്തി പറയുന്നതല്ല, കാരണം ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ. കാരണം എനിക്ക് അത്രമാത്രം ഫ്രണ്ട്ഷിപ്പ് തോന്നി, അവർക്കും എന്നോട് ആ ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് എൻ്റെ ഓർഡിനേഷൻ്റെ സമയത്ത് ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഹർത്താലായിരുന്നു. അവിടെ ബെൽത്തങ്ങാടിയിൽ നിന്ന് അത് ട്രെയിൻ കയറി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്ന്
ബസിലിക്കയിൽ വന്ന് എൻ്റെ പട്ടത്തിൽ കൂടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആൾക്ക് എന്നോടുള്ള ഒരു സ്നേഹവും അതുപോലെയുണ്ട്. ഞങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്. ഈ അടുത്ത കാലത്ത് മറ്റുള്ളവർക്കൊന്നും അറിയില്ല, കാരണം ആൾക്കൊരു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു സൈലൻ്റ് അറ്റാക്കിലൂടെ ആൾ മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ആളൊരു സാക്ഷ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഡോക്ടർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഡോക്ടറാണ്, 8000-ലധികം ഹാർട്ട് സർജറി ഒക്കെ ചെയ്ത ഒരു ഡോക്ടർ. അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ആകെ 3 യങ്സ്റ്റേഴ്സിനാണ് ഇതുപോലെയുള്ള ഒരു കാര്യം ചെയ്തിരിക്കുക. സ്റ്റഡ് ഇടണം, മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം അവരൊന്നെങ്കിൽ കൊളാപ്സ് ചെയ്ത് ഒരു മരിച്ച അവസ്ഥയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ശരീരം തളർന്നു പോയ അവസ്ഥയിൽ. കാരണം ഇതിന് സിംറ്റംസ് ഒന്നുമില്ല. ഈ ഒരു സിംറ്റം ഉണ്ടാകുമ്പോഴേക്കും ഒന്നുകിൽ ആ വ്യക്തി കൊളാപ്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾ മരിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും സംഭവിക്കും. കാരണം ഒരു സൈലന്റ് അറ്റാക്കിന്റെ ഗണത്തിൽപ്പെട്ട ഒരു സംഭവമാണ് മോൻ എങ്ങനെയാണ് ഇത് അറിഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ സാധാരണ ഇവനൊരു 3 മാസം കൂടുമ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ തോന്നി ഇതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ബ്ലോക്കിനെ കുറിച്ച് അറിയാം. അല്ലാതെ അവന് വേദന തോന്നിയിട്ടോ അങ്ങനെയൊന്നും പോയതല്ല. ഒരു സാധാരണ ചെക്കപ്പിന് പോയപ്പോൾ എന്തോ മനസ്സിൽ തോന്നി ഇതോടെ ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കിയ അവസരത്തിൽ അവനുണ്ടായ ഒരു സംഭവമാണ്. പക്ഷേ ആ ഉണ്ടായ സംഭവം അവൻ ഇന്ന് വിശ്വാസ പ്രഖ്യാപനമായിട്ട് എന്നോട് പറയുമ്പോൾ, കാരണം ഈശോയ്ക്ക് എന്നെക്കുറിച്ച് എന്തോ ഒരു പദ്ധതി ഉണ്ടാച്ചാൽ, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു അവസ്ഥയിൽ അവിടെ ചെല്ലാൻ സാധ്യതയില്ല. ആ ഡോക്ടർ പോലും പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്നത് ആദ്യത്തെ ചിന്ത അതാണ്. ഞാൻ ഈശോയ്ക്ക് എത്രയേറെ നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും തിരിച്ചറിയാത്ത ദൈവത്തിൻ്റെ കരുതലാണത്. ആ മകൻ അത് വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആരും പറയാതെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടില്ലേ? നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒത്തിരിയേറെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഇൻസ്പിറേഷനാണ്. ഈ മകനോട് ഞാൻ സംസാരിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു വ്യക്തി, എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഒരു കരുതൽ കാണുന്ന വ്യക്തി, അല്ലെങ്കിൽ ദൈവം എൻ്റെ കൈപിടിച്ച് നടത്തുന്നുണ്ട് എന്ന ഒരു സാക്ഷ്യം അതെപ്പോഴും ആ മകനുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചറിയുന്നതാണ്. അവൻ പറയുന്നത്, ഞാൻ പോലും അറിയാത്ത വ്യക്തികളിലൂടെ ദൈവം എന്നെ പരിപാലിച്ചു, എന്നെ കരുതി. ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല ഞാൻ ഇതിലേക്ക് ചേർന്നത്. പക്ഷേ ദൈവം ഓരോ തവണ എനിക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ആരെയെങ്കിലും എനിക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒരു വിശ്വാസവും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു ദുരന്തം കടന്നു വന്നാൽ, ഉടനെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ കടന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ദൈവത്തെ പഴിക്കും. ഞാൻ ഇതേപോലെയൊക്കെ പ്രാർത്ഥിച്ച് നടന്നിട്ടും എൻ്റെ ജീവിതത്തിലൊന്നും ഇടപെട്ടില്ലല്ലോ എന്ന് കുറ്റപ്പെടുത്താനായിരിക്കും നമ്മളോട്. പക്ഷേ ആ മകൻ്റെ ചിന്താഗതി അതല്ല. ആ മകൻ കൂടുതലും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് എൻ്റെ നാശത്തിനുള്ളതല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരാളാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വ്യക്തികളെ വളരെ അപൂർവമായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു വ്യക്തിയോട് പ്രത്യേക സ്നേഹമുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ക്യാരക്ടറാണത്. വളരെ പാവമായിട്ടുള്ള വ്യക്തി, വളരെ എളിമയോടുകൂടെ സംസാരിക്കുന്ന വ്യക്തി, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയുന്ന വ്യക്തി. തീർച്ചയായും അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ തീർച്ചയായും ഒരു അനുഗ്രഹമാണ്. നമുക്കൊരു വളരെ എന്താ പറയുക, ഒരു ട്രഷറാണ് അതുപോലത്തെ വ്യക്തികൾ. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കൂട്ടുകാരുടെ ഗണത്തിൽ ഇതുപോലെയുള്ള ആളുകളുണ്ടാകാം. നമ്മൾ പലപ്പോഴും വില കൽപ്പിക്കാത്ത വ്യക്തികളായിരിക്കും അത്. പക്ഷേ അവർ വളരെ എളിമയോടെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്ത് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുക. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. കാരണം ഒരു സമൂഹം മുഴുവൻ എതിരെ നിന്നപ്പോഴും തന്നിലുള്ള വിശ്വാസം കളയുവാൻ അവൻ തയ്യാറായി. തുടരെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ ദുരന്തങ്ങൾ കടന്നു വന്നപ്പോഴും അവിടെ ദൈവത്തെ പഴിക്കുവാൻ അവൻ തയ്യാറായി. കാരണം ഇതിലൂടെ ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. ഇന്ന് അവൻ വളരെ സന്തോഷത്തോട് പറഞ്ഞ ഒരു കാര്യം, അന്ന് എതിർത്ത് നിന്ന ആളുകളെല്ലാം ഇന്ന് എന്നെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. ഇവൻ ഈ ഒരു വിശ്വാസം സ്വീകരിച്ചപ്പോൾ എതിർത്ത് നിന്ന കുടുംബത്തിലുള്ളവർ പോലും എതിർത്ത് നിന്നപ്പോൾ അവിടെ അവൻ തളർന്നു പോയില്ല. കാരണം ഈശോ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം അവനെ മുന്നോട്ട് നയിച്ചത്. ഇന്ന് അവൻ വളരെ സന്തോഷത്തോടെ അവരെല്ലാം ഇന്ന് എന്നെ ചേർത്ത് പിടിക്കുന്നു, എന്നെ എല്ലാ കാര്യത്തിലും സഹകരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മകൻ്റെ വാക്കുകളിലൂടെ സന്തോഷം ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചതാണ്, മാറ്റി നിർത്തലിൻ്റെ വേദന അനുഭവിച്ചതാണ്. കാരണം ഈശോ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, നിങ്ങളെ എല്ലാവരും മാറ്റി നിർത്തും, ഒറ്റപ്പെടുത്തും, തളർന്നു പോകില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ഒരു നാൾ ദൈവം എല്ലാം കൂട്ടിച്ചേർത്ത് നൽകും. ജോബിൻ്റെ അനുഭവം അറിയാം. ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ജോബ് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ നൽകി. ആ മകന് ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നതും ആ ഒരു വിശ്വാസം തന്നെയാണ്. കാരണം ദൈവത്തോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായതെല്ലാം തിരികെ നൽകാൻ ദൈവത്തിന് കഴിയും. അത് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് ആ മകനെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ
നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ആ വ്യക്തിയെ വിളിച്ചിരുന്ന് ചോദിക്കാനും ആ വ്യക്തി പറഞ്ഞു കുഴപ്പമില്ല അച്ഛാ, അത് തീർച്ചയായും മറ്റുള്ളവർ അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല, അത് അവൻ്റെ നല്ല മനസ്സ്. ഞാനിന്ന് ആ വ്യക്തിക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. എന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് അനുഭവം തന്നതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ തീർച്ചയായും ഇതുപോലത്തെ ഉള്ള ലൈഫ് സ്റ്റോറീസ് മറ്റുള്ളവരുടെ ജീവിതത്തെ ഒത്തിരിയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് നിർബന്ധമായിട്ട് പറയണമെന്ന ആഗ്രഹത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ഇതുപോലെ അനുഭവത്തിൽ കടന്നു പോയിട്ടുള്ളവരുണ്ടാകാം. അവരുടെ സ്റ്റോറീസ് നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇതിൻ്റെ അടിയിൽ പങ്കുവെക്കുകയാണെങ്കിൽ അത് കേൾക്കുന്ന മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അത് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെടണം. നമ്മുടെ അനുഭവം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പങ്കുവെക്കുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് അവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് മാറുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ വ്യക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, അവരുമായിട്ടുള്ള ചങ്ങാത്തം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ തയ്യാറാവുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.